വളരെ നല്ലതാണ്. ആക്ച്വലി ഐ ഓപ്പണറാണ് പബ്ലിക്കിന്. ഇതിനെക്കുറിച്ച് നമുക്ക് ആർക്കും അറിയില്ലല്ലോ. ഈ ഫാർമ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇത്രയധികം ഇഷ്യൂസ് ഉണ്ടാകാം, സ്കാംസ് ഉണ്ടാകാൻ ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളത് നമുക്ക് ആർക്കും അറിയാൻ പറ്റാത്തൊരു കാര്യമാണ്. സോ ഇറ്റ്സ് റിയലി ഐ ഓപ്പണർ ഫോർ ലേമാൻ ആൻഡ് ഐ റിയലി എൻജോയ് ഇറ്റ്. വെൽ റിട്ടൺ, ഡയറക്ടഡ് സൂപ്പർലി, ആക്ടഡ് ഓൾ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വെരി നൈസ്, സൂപ്പർ. ഉഗ്ര സീരീസ് ഇന്നത്തെ കണ്ടംപററി ഇഷ്യൂ എല്ലാവർക്കും അറിയാമല്ലോ. ഫാറം പോലും ഐ മീൻ മെഡിക്കൽ ഫീൽഡിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ പറയുന്ന പോലെ ശരാശരി മനുഷ്യന് ഏറ്റവും ഒന്നും ചിന്തിക്കാതെ സ്പെൻഡ് ചെയ്യുന്ന ഒരേ ഒരു കാര്യം മരുന്നിനാണ്. അപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റ് ഇത്രയും റെലവൻ്റായിട്ട് കാണിച്ചതിന് ഹാറ്റ്സ് ഓഫ് ടു അരുൺ ആൻഡ് ഹോട്ട്സ്റ്റാർ ഫോർ ഡൂയിങ് എ ജോബ് ലൈക്ക് ദിസ്. നല്ല വർക്കാണ്, എല്ലാവരും കാണണം. സീരീസ് കാണാൻ പല രീതിയിലും നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ മറക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഒരു റിയൽ ഇൻസിഡന്റ് ബേസ് ആയിട്ടുള്ള സംഭവമാണല്ലോ. ഇത് അരുൺ പി ആർ അരുൺ ഡയറക്ടർ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്തതാണ് കുറേ വർഷങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിയൽ എക്സ്പീരിയൻസസ് കുറേ ഉണ്ടെന്നാണ് എൻ്റെ ചാനലിൽ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തിരുന്നത്. അപ്പോൾ അരുൺ അവിടെ വെച്ച് ഇതാണ് പറഞ്ഞത്. ഇതിൽ കുറേ റിയൽ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. പുള്ളി നേരിട്ട് കണ്ട കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിനപ്പുറം ഇങ്ങനത്തെ കഥകളും കൂടി നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയയുടെ ഭാഗമായിട്ടും കണ്ടൻറ്റിൻ്റെ ഭാഗമായിട്ടും വരേണ്ടതുണ്ട്. കാരണം എവിടെയെങ്കിലും നമ്മുടെ വാല്യൂസ് എന്തൊക്കെയാണെന്നും ഒരു ഹ്യൂമാനിറ്റി എന്താണെന്നും ഉള്ളൊരു റിമൈൻഡറും കൂടിയാണ് ഈ സീരീസ്. സോ ഐ ഗെസ് ഇറ്റ് ഈസ് റെലവൻറ്റ്. വെരി ഗുഡ്. ഐ തിങ്ക് എവറിബഡി ഷുഡ് വാച്ച് ഇറ്റ്. ഒരു റിയൽ സ്റ്റോറി ആയിട്ട് ബേസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളാണല്ലോ അതിൽ മൊത്തം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിലോട്ട് ആഴ്ന്ന് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരുടെ ലൈഫിലോട്ടും ആക്ച്വലി കണക്റ്റ് ആവും. വൈ? ബിക്കോസ് നമ്മളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ അസുഖം വരും അല്ലേ? അപ്പോൾ ഒരു മരുന്ന് കുടിക്കുമ്പോൾ ഇനി ആലോചിക്കും ഈശോയെ ഇത് കുടിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എനിക്ക് തോന്നുന്നു വെറുതെങ്കിലും എപ്പോഴെങ്കിലും നമ്മൾ എന്തെങ്കിലും കുഞ്ഞ് അസുഖം വരുമ്പോഴത്തേക്കും മരുന്നെടുത്ത് കഴിക്കില്ലേ, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ തന്നെ ഒരു പേടി വരും. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് എൻ ഐ ഓപ്പണർ. ഫാർമ ഇസ് വെരി ടൈംലി. I wish and I'm happy that Jio Hotstar Malayalam is bringing in such great content for the audience. Very timely, Pharma. And happy for the producer, Mr. Krishan Sethukumar, and the company Movie Mill to bring such bold content. Thank you. കാര്യങ്ങളൊക്കെ ആയിട്ടല്ല ആൾക്കാർ കണ്ടിട്ടുള്ളൂ. കുറച്ച് സീരിയസ് വിഷയമാണ്. മരുന്ന് കഴിക്കാത്ത ആരും ഉണ്ടാവില്ലല്ലോ. എന്തെങ്കിലും മരുന്നായിട്ട് നമ്മളെല്ലാവരും കഴിക്കുന്നതാണ്. പക്ഷേ നമ്മളെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സീരീസ് അത് കാണാൻ നല്ലതായിരുന്നു. ഈ കോമ്പിനേഷൻ ഭയങ്കര വർക്കൗട്ടായി എല്ലാവർക്കും, നിവിൻ ചേട്ടനായിട്ടുള്ള. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എങ്ങനെയായിരുന്നു ഫസ്റ്റ് ആയിട്ട്? ഇത് ആക്ച്വലി ഞാൻ വന്ന സമയത്ത് ഇത് ഷൂട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കാലമായി. അപ്പോൾ ആ ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കര ഒരു ആക്ടിങ് കുറച്ച് ഒരു സ്ട്രഗിൾ ചെയ്ത സമയമായിരുന്നു. എനിക്ക് ആ ഒരു അത്ര ഈസി ആയിട്ടല്ല ഞാൻ ചെയ്തത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ഉണ്ടായിരുന്നു കണ്ടപ്പോൾ. ഇപ്പോൾ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നാക്കായിരുന്നു എന്ന് തോന്നി. പക്ഷേ ഓക്കെ ആയിരുന്നു. ചേട്ടൻ്റെ കൂടെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഫ്രണ്ട്സിന് എന്നോടൊക്കെ പറയാമല്ലോ ഇനി ഇപ്പം മെഡിക്കൽ ട്രിപ്പായിട്ടുള്ള കുറേ ഫ്രണ്ട്സ് കുറേ ഫ്രണ്ട്സ് ഉണ്ട് മെഡിക്കൽ ട്രിപ്പായിട്ടുള്ളത്. എല്ലാവരും കാണാൻ നല്ലതായിരുന്നു. ഇഷ്ടപ്പെട്ടോ? വളരെയധികം ആനുകാലിക പ്രസക്തിയുള്ള ഒരു ആനുകാലിക പ്രസക്തിയല്ല, നമ്മൾ കുറെ കാലമായിട്ട് കാണാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന സത്യങ്ങളായിരുന്നു. സാർ എങ്ങനെയുണ്ടായിരുന്നു? ഡയറക്ടർ അച്ഛനാണ്, പക്ഷേ അടുത്ത സംഭവങ്ങളൊക്കെ ശരിക്കും ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ശരിക്കും സത്യമാനൊക്കെ അറിയായിരുന്നു. റിയൽ ലൈഫിൽ നിന്ന് വന്ന കഥ തന്നെ. 3:30 മണിക്ക് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് 4:30 മണിക്ക് അടുത്ത് വിളിക്കാമെന്ന് പറയുന്ന മാനേജ്മെൻറ്റ്, കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് അങ്ങനെയാണ്. 3:30ക്കാണ് വിടുന്നത് കക്ഷീനെ. പിന്നെ 5:30 കാണാം കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് അത് ഞങ്ങൾ അനുഭവിച്ചതാണ്. ഗ്രേറ്റ് വർക്ക്, ഭയങ്കര നല്ലൊരു വർക്ക് അല്ലേ?